അതിൽ ഉടനെ വണ്ടി കയറ്റാക്കുന്നത് അതുപോലെ പെരയെടുത്ത് അവരെല്ലാം മീറ്റിങ്ങിലുണ്ട്, അവരെല്ലാവരും സമ്മതിച്ചു. അതിൽ ഉടനെ വണ്ടി കയറ്റാക്കുന്നത് അതുപോലെ പെരയെടുത്ത് അവരെല്ലാം മീറ്റിങ്ങിലുണ്ട്, അവരെല്ലാവരും സമ്മതിച്ചു. മുനിസിപ്പാലിറ്റിക്കാരാണോ അത് ഇന്നലെ മുഖ്യമന്ത്രി വരാൻ അതല്ല പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് പോയത് എന്താണ്, നിങ്ങൾ അതിന്റെ പേപ്പർ കാണിച്ചിട്ട് മാത്രമേ ഇനി മണ്ണ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളത് സമ്മതിച്ചതാണ്, നിങ്ങളത് സമ്മതിച്ചതല്ലേ? ഓഫീസിൽ കൊണ്ട് കാണിക്കാനല്ലേ പറഞ്ഞത്? അത് കൈവശമുള്ള അത് ഞങ്ങൾക്ക് വേണ്ട, ഓഫീസിൽ കൊണ്ട് കാണിക്കാനാ പറഞ്ഞത്. എന്തിനാ കാണിക്കുന്നത്? നിങ്ങളാണ് ഇതിന്റെ കെയർ പോയിന്റ്, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞെന്ന് അറിയില്ലേ? നിങ്ങൾ ഇതിന്റെ റോഡിന്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അത് ശരിയാക്കി തരാം, മണ്ണ് ബാക്കി അതൊന്നും അല്ല പറഞ്ഞത്. മണ്ണ് ഫില്ല് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഇനി ചെയ്യരുത്, നിങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പ് പറഞ്ഞതാണ്. അതിനല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോണിൽ നോക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. പേപ്പർ ഉള്ളതാ, ആളല്ലല്ലോ ഈ വസ്തുവിന്റെ ഉടമസ്ഥല്ലേ അതുകൊണ്ട് കാണിക്കുന്നത്. അവരുടെ കയ്യിൽ പേപ്പറും ഞങ്ങളെല്ലാം നോക്കുന്നത്. അത് കാണിച്ചതിന് ശേഷം വരണം ബാക്കി വർക്ക് ചെയ്യാനായിട്ട്. ഒരു പെർമിഷൻ എടുക്കാതെ ഒരു വാക്കാൽ പോലും വാക്ക് ചെയ്യാതെ നിങ്ങൾ വീണ്ടും ചെയ്ത് തന്നെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബോധത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇനി മണ്ണ് ഫില്ല് ചെയ്യില്ല എന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടാണ്. ഉണ്ടായിരുന്നല്ലോ, ഞാനാണ്. അപ്പൊ പിന്നെ എന്നെ അല്ലാതെ പിന്നെ മറ്റാരെയാണ് നിങ്ങൾ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്? അത് അവരടുത്ത് ചോദിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അന്ന് വിളിച്ച് പറഞ്ഞ് ഇന്ന കണക്കാന്ന് പറഞ്ഞു റോഡിൻ്റെ ഇത്. അത് ഞാൻ അന്നേരം പറഞ്ഞ മണ്ണ് ഇത് ഇട്ടോട്ട് റോഡ് പണിഞ്ഞ് തരാം എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ വണ്ടി കയറ്റുമ്പോൾ വീണ്ടും ഇടിയുമല്ലേ. സപ്പോസ് ഇപ്പോ വലിയ വണ്ടിക്കകത്ത് അരി വരുന്നത് 10 ടണ്ണിൽ കൂടുതലുള്ള വാഹനം പോകുമ്പോൾ അപ്പൊ അവിടെ ഓട് വെക്കണം. ടൂറിസ്റ്റ് ബസ് എത്ര ടണ്ണ് വെയിറ്റ് ഉണ്ട്? കല്യാണ അവിടെ വെക്കണം, അവിടെ വെക്കണം. മെയിൻ സോഴ്സ് കിടക്കുന്ന കല്യാണാട്ടോരം കിടക്കുന്നു, മാർക്കറ്റ് കിടക്കുന്നു, മാർക്കറ്റിൽ വരുന്ന അരി ലോഡ് ചരക്ക് വണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം പുനലൂർ നഗരസഭയിൽ അനധികൃതമായി നിലനികത്തൽ വ്യാപകമായിട്ടും നടപടിയെടുക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തം. അനുമതിയില്ലാതെ മേഖലയിൽ നിലനികത്തൽ തകൃതിയായി നടക്കുമ്പോഴും റവന്യൂ അധികൃതർ മൗനം പാലിക്കുകയാണ്. നഗരസഭ റവന്യൂ ഓഫീസുകളുടെ സമീപത്ത് പോലും മണ്ണ് മാഫിയ സ്വൈര്യവിഹാരം നടത്തിയിട്ടും നടപടിയെടുക്കാത്തതിന് കാരണം ഉദ്യോഗസ്ഥരും മണ്ണ് മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. കുന്നിടിക്കാനുള്ള ജിയോളജി വകുപ്പിൻ്റെ പാസുണ്ടെങ്കിലും നിലനികത്തുന്നതിന് നഗരസഭയാണ് അനുമതി നൽകേണ്ടത്. നഗരസഭയിൽ ഇത്തരത്തിൽ മണ്ണ് നിക്ഷേപിക്കുന്നതിന് പാസ് നൽകിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്.
മൂർത്തിക്കാവ് മരുതമൺ റോഡിലുള്ള നിലം നികത്തിയതിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായതോടെ നഗരസഭാ അധികൃതരുടെ ഇടപെടലിൽ പ്രവർത്തികൾ നിർത്തിവച്ചിരുന്നു. എങ്കിലും ബുധനാഴ്ച വീണ്ടും നിലം നികത്താനെത്തിയതറിഞ്ഞ് വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർ എത്തി തടയുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് കുന്നിടിക്കാനുള്ള പാസ് ഉപയോഗിച്ചാണ് നിലം നികത്തൽ നടത്തുന്നത് എന്ന് വ്യക്തമായത്. ഏറെ നേരത്തെ വാക്കേറ്റത്തിനൊടുവിൽ പോലീസെത്തി വാഹനം പിടിച്ചെടുത്തു. ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യുന്ന സാധനം പാസ് വെച്ചിട്ടാണ്. ജീവിതയുടെ പാസ് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഡെസ്റ്റിനേഷൻ പോയിൻ്റൊന്നും ഇങ്ങനെയല്ല. അത് മാത്രമല്ല ഇത് വെറ്റ്ലാൻഡാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതും നിയമത്തിനായിട്ടാണ്. പ്ലസ് നമ്മുടെ റോഡ് ഡാമേജ് ആക്കിയിട്ടുണ്ട്. ഇതിലൂടെ അത്രയും കപ്പാസിറ്റി ഉള്ള വാഹനം പോകുന്നത് അത് അതിനുള്ള എക്സ്പെൻസ് അവരുടെ കയ്യിൽ നിന്ന് മീറ്റ് ചെയ്യണം. ഒന്നത് പിന്നെ ഈ മണ്ണ് ഫില്ലിങ് ചെയ്യുന്നത് എന്താണ് റോഡ് ഡാമേജ് ആക്കി അതിൻ്റെ എമൗണ്ടും നമ്മൾ അറൈവ് ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ അത് ഇനിയും ഇങ്ങനെ കരമടച്ച രസീത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടം വിളിച്ചിട്ട് വന്നത്. അത് വെരിഫൈ ചെയ്യണം. കേട്ടോ, മെയിനായിട്ട് വിഷയം രണ്ട് തോടുകളാവില്ല, അങ്ങോട്ട് ബന്ധിപ്പിച്ച് ഇതിൻ്റെ അടിയോ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ കലങ്ങി ഈ തോടിയൊക്കെ മൊത്തത്തിൽ മണ്ണിട്ട് നയിക്കുകയാണ്. തോടിന് ഈ തോണ്ട മൂലത്തിൽ നോക്കി ഇവിടെ ഈ വെള്ളം ഇവിടെ തന്നെ കയറി അവിടെ താമസിക്കാം. ഇത് രണ്ടായാലും വെരിഫൈ ചെയ്ത് നമ്മൾ സ്വീകരിക്കുന്നത്. പാസ് വെരിഫൈ ചെയ്തിട്ടാണ്. പാസും വെരിഫൈ കാരണം നമ്മൾ വേണ്ട കരമടച്ച രസീത്. എത്ര സെൻറ്റ് ഈ സ്ഥലം കരയാക്കിയതിൻ്റെ കരമടച്ച രസീത് തന്നിട്ടാണ് നമ്മൾ ഓട്ടം വന്നത്. കരയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വെറ്റ്ലാൻഡ് കണക്കാക്കുകയാണെങ്കിൽ അത് 10-100 വർഷം വരാൻ ചാൻസ് ഇല്ല. ഇത് വാലി തന്നെ ഇത് ഒരിക്കലും കരയാക്കിയിട്ടില്ല. ആരും വരുന്നില്ല. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും വരുന്നില്ല. ആ വണ്ടി കയറിയോ ഇവിടെ പണ്ട് തൊട്ട് വയലാണ്. ഞാൻ കിടന്ന് ചാടുകല്ലോ. ഞാൻ ചാടി റോഡ് പണിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ വിഷയമുള്ളൂ. കഴിഞ്ഞ മാസം പുനരുദ്ധാരണം നടത്തിയ റോഡ് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ നിരന്തരം സഞ്ചരിച്ച് തകരുകയും ചെയ്തിരുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് മണ്ണ് മാഫിയ നിലം നികത്തുകയാണെന്ന ആരോപണവും ശക്തമാണ്. നീരൊഴുക്കുള്ള തോടും ഇതിൻ്റെ മറവിൽ നികത്തുന്നുണ്ട്. വീട് വയ്ക്കാൻ നിർധനരായ ആളുകൾ നിലം നികത്തുമ്പോൾ കൊടികുത്തി സമരം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവിടെ മൗനം പാലിക്കുകയാണ്. പോലീസ് സ്റ്റേഷന് സമീപം ചൗക്ക റോഡിലും നിലം നികത്തൽ വ്യാപകമാണ്. ഇത്തരം വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് പോലീസും റവന്യൂ അധികൃതരും തയ്യാറാകാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാമിനൊപ്പം നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജെർമിയ സത്യൻ, ഓവർസിയർമാരായ അനു, വത്സല എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.